എന്തെങ്ങനെ അന്തം വിട്ടിരിക്കണേ? ഏ എന്തെങ്ങനെ അന്തം വിട്ടിരിക്കണേ? അന്തം കുന്തമൊക്കെ പോയി അപ്പോ. അപ്പൊ അതുണ്ടായിരുന്നോ? അപ്പൊ അതുണ്ടായിരുന്നോ സുകന്യെ? ഇവിടെ എങ്ങനെ പറയാ, എന്താണ് ഇന്ന് മോട്ടർ അടിച്ചപ്പോ കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പൊ വെള്ളാണ് വന്ന് കിട്ടിയില്ലേ? ഇപ്പൊ എന്താ തീരുമാനമായി. കനാലത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇനി ഏത് കാലത്ത് വെള്ളം വരുന്നുണ്ടോ നമ്മള് ഇനി എന്താണ്ടോ ചളിയൊക്കെ പോട്ട് വൃത്തിയായി ഉണങ്ങി കിടക്കണം. അതിനാകെ ഒരാഴ്ചയിൽ വെള്ളം വന്നല്ലോ. ഉണങ്ങി കിടക്കും. ആ സമയത്താണെങ്കിലും മഴയും പെയ്തിട്ടാ. 10-15 ദിവസം വന്നു കഴിഞ്ഞാൽ റെഡിയാവും പറയാ. ആ സമയത്ത് മഴയും പെയ്തു. ഇന്നാണ് പറഞ്ഞാൽ വെള്ളവും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? മത്സരത്തിലവിടെ പോയിട്ട് കോരേണ്ടി വരും. കേറി കൊണ്ടുവരുന്നത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 2 വീട്ടിക്ക് കയറ്റണ്ടേ, ഒരു വീട്ടിക്കല്ലല്ലോ, 2 വീട്ടിക്കും പാടുള്ള വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യലേ? എന്താ ചോറ് വയ്ക്കാൻ എങ്ങനെ പറയാ, ചോറ് വയ്ക്കാൻ അരിയില്ലാത്ത പോലെയാണ്. വെള്ളം ഇല്ലെങ്കിൽ പറഞ്ഞല്ലേ, ചോറ് വയ്ക്കാൻ അരിയില്ലെങ്കിൽ എന്താ ചെയ്യുക? പട്ടിണി കിടക്കണ്ടേ? അതിൻ്റെ വെള്ളം തന്നെ എവിടെന്നെങ്കിലും വാങ്ങേ, അപ്പുറത്തുനിന്നൊക്കെ പോയി കൊണ്ടുവരണന്നേ ഉള്ളൂ. പക്ഷെ അരി ഇപ്പോൾ 2 കിലോ വാങ്ങിയാലും ഒരു നേരം പോവും. വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. അയ്യോ, എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ കയ്യും കാലും കൊഴിയും. കയ്യും കാലും കൊഴുകി എന്തൊക്കെയോ പോലെ തോന്നും. നല്ല അങ്ങനെയല്ല കേട്ടോ പറയണത്. അവിടെയും വെള്ളം കമ്മിയാണ്, അവരുടെ വീട്ടിലും വെള്ളം കമ്മിയാണ്. ഇപ്പോൾ വെള്ളത്തിന് എന്താ ചെയ്യുക? പിന്നെ തോട്ടിൽ വെള്ളമുണ്ട്, കുളത്തേക്കും പോവാല്ലേ, കുളിക്കലും കുളിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, വേറെ ആവശ്യങ്ങളില്ലേ? ബാക്കിയുള്ള ആവശ്യങ്ങൾക്കാണ് പ്രശ്നം. എന്താ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പൈസ കൊടുത്താലും കൂടി വെള്ളം കിട്ടില്ല കേട്ടോ. ആ മാങ്ങ ഇങ്ങോട്ട് എന്താണ് അച്ചാറിടാനൊരു സംഭവം കിട്ടുമ്പോൾ അത് കൊണ്ടുപോയിട്ട് വേഗിൽ കുത്തിത്തിരിക്കണത്, അത് നടക്കണം. ഇതെവിടുന്നത്? എന്തിനാ ചോദിച്ചിട്ടാ പറിച്ച്? ആരോട് ചോദിച്ചിട്ട്? ഏതാൻറ്റി? അപ്പൊ പറിച്ചോളം പറഞ്ഞിട്ടല്ലേ പറിച്ച്? അല്ലാണ്ട് ആരുടെങ്കിലും ഒരു സാധനം പറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാ അടിച്ച് തോലൂര് ഞാൻ. അത് ആരായാലും വേണ്ടില്ല. കുഞ്ഞ് ഇന്നലെ ഇവിടെ വരായിരുന്നു. മാങ്ങേ ഇത് മാങ്ങല്ലേ, പുളിമാങ്ങ പോലത്തെ അല്ല, ഒരു മണമുള്ള മാങ്ങ. ഇത് നോക്ക്, ഇത് പ്രൊമോട്ടിന്റെ അവിടുത്തെടാ. വിജയമാമയുടെ അവിടുത്തെ പുതിയ വീട്ടത്തെ. ഞങ്ങളില്ലേ സ്കൂൾ വിട്ട് വരുമ്പോ ഒരു എന്താ ഈ സാധനത്തിന് വരുന്ന വേരക്കം വരെ കൊണ്ടപ്പോ അതിന്ന് പറിച്ചപ്പോ അല്ലേ നിലത്ത് റോസ് കൊള്ളത്. നിലത്ത് വെറുതെ എടുക്കരുതുണ്ണി. നിലത്തല്ല, നിങ്ങളിപ്പോ ഏത് കൂടെ ഒക്കെ പോയി എന്തൊക്കെ ഉണ്ടാക്കിയതിപ്പോ? ഇതില്ലേ ചോറ് വിളമ്പിയേക്കണേ, ചോറ് കഴിക്കാന്. ഞാൻ കഴിക്കട്ടെ, കുട്ടികൾക്ക് കൊടുക്കാണ്ട്. എങ്ങനെ ഉണ്ടാവും? പിന്നെ ഞങ്ങൾ കഴിക്കൂല. വലിയ കടലല്ലേ, വെള്ളക്കടല. ആ കടലയും കറി ഗോതമ്പിന്റെ പുട്ടുമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ, രസല്ലേ? അപ്പൊ അതന്നെ പറഞ്ഞതേ. കുഞ്ഞു ബാ. ഈ പുട്ടില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഇത് കുഴച്ച് ചിലത് കുഴച്ചെടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് മാത്രം. കാള കാണിക്കാനോ? എൻ്റെ കിച്ചൂല്ലേ കാള കൊട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവര് കളിക്കൂട്ടാ. ഇപ്പൊ നാളെ നമ്മള് കാള ഉണ്ടാക്കുന്ന കേട്ടിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടൊക്കെയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതേപോലെ ആയിരുന്നു, ചിരട്ടയും കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമായിരുന്നു. കിച്ചുട്ടത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. ഞങ്ങൾ എന്താ ഈ
പനങ്കായല്ലേ, പനങ്കായയും കൊണ്ട് വണ്ടി ഉണ്ടാക്കിയിട്ടും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കളിപ്പാട്ടം കിട്ടിയിട്ട് കിച്ചു അത് ഉണ്ടാക്കണ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗൾഫിൽ നിന്നൊരു ഏട്ടൻ മെസ്സേജ് ഇട്ടിരിക്കുക കേട്ടോ. എനിക്ക് അത് ശരിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതാവുന്ന സമയത്തില്ലേ ഈ ഉജാലയുടെ കുപ്പിയില്ലേ, ഉജാലയുടെ കുപ്പിയും കൊണ്ട്, പിന്നെ അന്ന് വാറിന്റെ ചെരുപ്പ് ഉണ്ടാവില്ലേ, എന്താ പറയാ ഏട്ടാ, വീവാർ ചെരുപ്പ്. ആ ചെരുപ്പ് മുറിച്ചിട്ട് ഹവായ് ചെരുപ്പ്, ആ ചെരുപ്പ് മുറിച്ചിട്ട് 2 വട്ടം ഉണ്ടാക്കും. എന്നിട്ട് ഒരു എന്താ നല്ലൊരു ഒക്കെ അറിയാ. ഇനിയിപ്പോ അത് ആര് ചെരുപ്പ് മുറിക്കരുത് വന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്റെ ചെരുപ്പ് മുറിച്ചോ. അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ സത്യം പറയാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേട്ടാ. എന്താ എന്തൊക്കെ കുരുത്തക്കേടുകൾ ചെയ്യാൻ പറ്റുമോ ആ കുരുത്തക്കേടുകളൊക്കെ ചെയ്തു. പിന്നെ പെൺകുട്ടികൾ കുറച്ചൊന്ന് ഒതുങ്ങും പറയും, ആൺകുട്ടികൾ നല്ലത് കാണിക്കും പറയില്ലേ. കിച്ചു ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും. എന്താ ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ചീത്തറിയ ഏത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇതിങ്ങനെ കളയണ്ടാറിട്ട്. എന്താ സൂന്യെ, എന്താണ് തിന്നില്ലേ? അത് അങ്ങനെ ഇട്ട് പോരണല്ലോ. അതിനെന്താ, പേരയ്ക്ക ചായ ഒക്കെ കുടിച്ചില്ലേ? ഇത് കഞ്ഞി കുറച്ചട്ടെ. ഗോതമ്പ് പുട്ടുണ്ടാക്കി രാവിലെ. ഇനി ഉണക്കമീനില്ലേ അത് പുളിയും വെക്കണം, പയറുപ്പേരി ഉണ്ടാക്കണം. കുട്ടികൾ പോയിട്ട് വേണം അടിച്ചു വരലും തുടയ്ക്കലും ഒക്കെ ചെയ്യാൻ. അമ്മൂന് അച്ഛനും ക്ലാസ് ഇല്ല കേട്ടോ. അച്ഛന് പരീക്ഷ ഉണ്ട്, അമ്മൂന് ക്ലാസ് ഇല്ല. അമ്മൂന് ഇനി ഒരാഴ്ച ഇല്ല. ചൊവ്വാഴ്ച യോഗ ഉണ്ടോ? വെറുതെ പൊക്കൊന്നാലും തുറക്കാൻ പറ്റില്ലേ? ആര് പോയാ തുറന്ന് ചെയ്തോളാം കൂടെ. നിങ്ങളൊറ്റയ്ക്ക് പഠിപ്പിച്ചു തന്നില്ലേ, ഇനി നിങ്ങളാണ്ട് പൊന്നു യോഗ എടുക്ക്. ആരാരാ മടിയില് മുന്നിൽ വെച്ചിട്ടാണ് മടിച്ചുകളല്ലേ സത്യം. ഞാൻ മാത്രം നോക്കിയേക്ക എന്തൊരു ഉത്തരവാദിത്തം. ഞാൻ വരട്ടെ. എങ്ങനെ ഉണ്ടാവും ഞാൻ തിരുവാതിര കളിക്ക് പോയാല്? എങ്ങനെ സോനി കാണിക്ക്. ബസ് വരുന്നുണ്ട്. എന്താ ഇപ്പൊ തിരുവാതിരക്കളി കൈകൊട്ടിക്കളി ഒക്കെയാണ് കേട്ടോ. അപ്പൊ എന്നെ ഇങ്ങനെ വിളിക്കണുണ്ട്, ചേച്ചി വാ ചേച്ചി വാ ചേച്ചി പറഞ്ഞിട്ട് കേട്ടോ. എനിക്ക് സത്യം പറയാ പോണോ പോണ്ടേ എന്താ. എന്നിട്ട് നമ്മുടെ ഈ വേല സമയത്തൊക്കെ ഉണ്ടാവില്ലേ, പൂര സമയത്തൊക്കെ പോണില്ലേ ആൾക്കാരിപ്പോൾ ചേച്ചിമാർ, അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാച്ച എനിക്ക് ഭയങ്കര നാണക്കട കേട്ടോ. അവരും അറിയണേ എന്തിനാ നാണക്കെടുന്ന ചേച്ചി, വീഡിയോ ഒക്കെ എടുക്കണല്ലേ ചേച്ചി, എന്തിനാ മടി പിടിക്കണെന്ന്. അത് നമ്മൾ വീഡിയോ എടുക്കണം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ. ഈ പൂരത്തിന് അവര് ഈ പൂരത്തിനും വേലയ്ക്കും വീട്ടിൽ കളിക്കാനല്ലേ പറയുന്നത്. ഒരു പൂരം വേല, പിന്നെ ഇനി ഓണമൊക്കെ വരുമ്പോ ഓരോ ആൾക്കാരുടെ ക്ലബ്ബ് വകയൊക്കെ ഉണ്ടാവില്ലേ പരിപാടികള്, ആ സമയത്ത് ചെയ്യാൻ വേണ്ടിട്ടേ. വെറുതെ ഒന്നല്ലാന്ന് പൈസ കിട്ടുന്നു. എന്താണ് തിരുവാതിര കളിക്കൊക്കെ പോകേണ്ട കാര്യം ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങള്. പിന്നെ ആലോചിക്കുമ്പോ നല്ല രസമാണ്. അതെ, ഞാൻ പോയാലോ അച്ചു? എന്നാ പോരും ചക്കട നമ്മക്ക്. ഇക്ക് ഒറ്റയ്ക്ക് പറ്റില്ല മത്സരത്തി, ഒറ്റയ്ക്ക് അത് താങ്ങണ്ടേ. മത്സരത്തി ഞാനും ഇവിടെ ഒത്തു പിടിച്ചാൽ മലയും പോരും. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ വർത്താനം പറഞ്ഞ താങ്ങന്നല്ലാണ്ട് ചക്കയുടെ തോട്ടി താങ്ങല്ലോ ഇപ്പൊ നിങ്ങൾക്ക്. അത്രയും വലിയ തോട്ടി. ചക്ക അവരവരുടെ വീട്ടില് ചക്ക ഉണ്ടാവുമ്പോ ചക്ക കൂട്ടാൻ വെച്ച് ചോറിന് കിട്ടില്ല പറഞ്ഞാലോ, നാണക്കടല്ലേ അല്ലേ? അത് പഴുത്തുന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഇന്നലെ അണ്ണാനൊക്കെ അത് കൂടെ കയറി നോക്കുന്നുണ്ട്. അയ്യോ എന്റെ കുഞ്ഞുണ്ണി അണ്ണാൻ തരയുന്നുണ്ട്. അണ്ണാനൊക്കെ ഒരു ചക്ക അതിന് അണ്ണാനുള്ളതാ, ബാക്കിയുള്ളതൊക്കെ നമുക്കുള്ളതാ. അത് നിർണം, അത് തീർന്നു, അതാ അടക്കണം. ദാം തരികടോ പറഞ്ഞ പോലെ കളഞ്ഞില്ലേ. ഇപ്പൊ ഇവിടെ ദിവസം ഒരു ഗ്ലാസ് ചായ പോട്ടോ. അവരുടെ തങ്കം പട്ടണ പോയിട്ട് അവരുടെ മര്യാദക്ക് ബിസ്ക്കറ്റ്. അയ്യോ മാറ്റി ആ ബിസ്ക്കറ്റില്
അവനെന്തോ ചെയ്തോട്ടെ, ഇനി ഇതേ കരയിപ്പിക്കാൻ നിൽക്കണ്ട. അതിന് വേറെ ചായ എടുത്തെടുത്ത്. കുഞ്ഞുണ്ണിയെ പച്ചമുളക് എങ്ങണ്ട് എൻ്റെ ഛർദിൽ? നോക്കി നോക്കി ഛർദിച്ചില്ലേ? എൻ്റെ കുട്ടി മിടുക്കനാണേ. ഒറ്റ പ്രാവശ്യം ഛർദിക്ക്, അതോടെ നിൽക്കും അല്ലേ? ഇപ്പോഴേ എല്ലാവരും കാണുമല്ലേ മുഖത്തെ കുരുവൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അത് PCOD ഒരു കൺട്രോളിങ് വരുന്ന സമയത്ത് മുഖത്തെ കുരുവൊന്ന് ചെറുതായി മങ്ങി വരികയാണ് തോന്നുന്നു ചേട്ടാ. അതെ, അതാണ് തോന്നുന്നുണ്ട്. കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടാ. അത് ഇനിയിപ്പോൾ അത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയണ പോലെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തൊന്ന് ശരിയാവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ PCOD നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും, പെട്ടെന്ന് എന്തോ വയ്യാതെ തോന്നും, ഒക്കെ ചെയ്യും. എന്താണെന്നറിയില്ല, ഇരിക്കുന്ന ഇരിപ്പിലായിരിക്കും ക്ഷീണം വന്നിട്ട് കുഴഞ്ഞു കുത്തുന്ന പോലെയൊക്കെ തോന്നുക. ഇതെന്താ പൊന്നെ അതിവിടെ കാട്ടിയത്? പൊന്നെ എന്തോ ഞണ്ണി കുട്ടിക്ക് ചായ എടുത്തോ? ഉപ്പ് ഇട്ട് കൊടുത്താൽ ഈ പയറില്ലേ, പയറിട്ടിട്ട് ഉണക്കമാന്തർ വറ്റിക്കും കേട്ടോ. ഞാനത് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി. അത് ആദ്യത്തെ കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ ആദ്യം അങ്ങനെ ചെയ്തിരുന്നതാണ്. പയറിട്ടിട്ട് മാന്തൾ വറ്റിക്കുക. ഇന്നലെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊരു കൊറിയറിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഇന്നലെ 4 പോയി നമ്മൾ അന്വേഷിച്ചു. 4 മണിക്ക് പോയിട്ട് നമ്മൾ വന്നത് 9 മണിക്കാണ്. അങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ ആരും ഓൺലൈനിൽ ഒരു ഭാഗ്യത്തിന്, കാരണം എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഓർഡർ എടുത്തിട്ടാണ് ഇത് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൊളായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു സംശയത്തിൻ്റെ പേരിൽ പോയി അന്വേഷിക്കൊണ്ടാണ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇത് 1.5 മാസമായി നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് 1.5 മാസമായിട്ടോ നമ്മളിത് വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയാം, ഈ പെരുന്നാളനുബന്ധിച്ചിട്ട് നമുക്ക് ഒരാഴ്ച മുമ്പേ ഇങ്ങോട്ട് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞതും നമ്മുടെ വിഷു ആയല്ലോ, അപ്പോൾ വിഷും കൂടി ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. ഈ എന്താണ് നമ്മുടെ ഈ സമയം തുടക്കത്തിൽ ഒന്ന് തുടങ്ങി കിട്ടാൻ, എന്ത് കാര്യങ്ങൾ തുടങ്ങി കിട്ടാനുള്ള സമയം എടുക്കും. അത് ശരിയാ, നമ്മുടെ റെഡി ചെയ്ത് വന്നു. പക്ഷെ നമുക്ക് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന, പിന്നെ അറിയാത്ത കാര്യങ്ങളല്ലേ കൂടുതലും. നമ്മുടെ സുകന്യയും അനിയനുമാണ്. എന്താ രണ്ടുപേരോടും പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ പറയും, ഏട്ടൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പറയും, പറയും. രണ്ടുപേർക്കും പെട്ടെന്ന് അങ്ങോട്ട് അനങ്ങാൻ പാടില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പോൾ എല്ലാറ്റിനും നമ്മളിങ്ങനെ ഓടുമ്പോൾ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറേ അബദ്ധങ്ങൾ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങനെയല്ല പറയും, വേറെയുള്ളടത്ത് പോയി ചോദിക്കുമ്പോൾ പറയും അങ്ങനെയല്ല പറയും, വേറെ രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു പേടി തോന്നിയിട്ട് അനുഭവക്കുറവ് തന്നെയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഒരാളത് ചെയ്ത ഒരാൾ നമുക്ക് പരിചയം, നമ്മുടെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണ്ട ചെയ്യണമെങ്കിൽ. കല്ലടിക്കോട് തന്നെ ഇങ്ങനെ എന്താ കൊടുക്കണത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരില്ലാത്രേ. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചാലോ കൊറിയർ ഓഫീസിൽ പോയി ചോദിച്ചാലോ ഇങ്ങനെ ഇല്ല. എല്ലാവരും കുറച്ച് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് കൊടുക്കണ പോലെ അങ്ങനെ കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാത്തത് കൊണ്ട് അവർക്കും അറിയണില്ല. അപ്പോൾ അവർ ഇന്ന് നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയി അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട്, അത് നല്ല മനുഷ്യന്മാരായതും കൊണ്ട് ലേട്ടാ. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയല്ല, ഞങ്ങൾ ഇന്ന കമ്പനിയുടെ മാത്രം സാധനങ്ങളെ കൊണ്ടേ കൊടുക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. ഇപ്പം നിങ്ങൾ നമുക്ക് പൈസ തന്നിട്ട് നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അതിലും വിഷമം നമുക്ക് വേറെ എന്താണുള്ളത്? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കൊറിയറിൽ അയച്ചിട്ട് ആ കൊറിയർ ആരാണ് പോയിട്ട് വാങ്ങുക? നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ കോങ്ങാട വരിക, അല്ലെങ്കിൽ കടമ്പഴിപ്പുറാണ് വരിക, പല കരടിക്കൂടെ വരിക. ഇതിപ്പോൾ ഒരു മല വാങ്ങാൻ വേണ്ടിയിട്ട് ആരാണ് വണ്ടി എടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ എത്ര ദൂരമൊക്കെ പോവുകയൊക്കെ ചെയ്യുക. നമ്മുടെ വീടിന് മുന്നിൽ കിട്ടുന്ന സാധനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അവിടെ പോയിട്ട് ആരാ വാങ്ങുക? അപ്പോൾ അത് വേണ്ട എന്ന് ചിന്തിക്കല്ലേ ചെയ്യും. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം. കാരണം നമുക്ക് വീട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് നമ്മൾ അവിടേക്ക് കണ്ടുപിടിച്ച് നമ്മളേക്ക് അവിടേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇതിലൊരു കാര്യം കൂടി നമ്മൾ ഒരു തിരക്കിലാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്കിതിൽ പറയാണ്ട്, നമ്മളൊരു 4 സാരിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 4 സാരിയുടെ വീഡിയോ ചെയ്ത സമയത്ത്, ഒരേ മോഡൽ 4 സാരിയുടെ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേർക്ക് ആ സാരി ഇഷ്ടമായിട്ട് അവരുടെ നമ്പർക്ക് വിളിച്ചിരുന്നു. അവർ മോശമായ രീതിയിലാണ് അവർ വേറെ ഉള്ളവരോട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട്
നമ്മളോട് കുറേ പേര് വിളിച്ച് മെസ്സേജ് ഇട്ടിരുന്നു, കുറേ പേര് പേഴ്സണലായിട്ട് വിളിച്ചിരുന്നു ചേട്ടാ. അവര് നമ്മളോട് തന്നെ മോശമായിട്ട് അവര് നമ്മളോട് തന്നെ. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഒരു കൊറിയർ ഓഫീസിൽ പോയി നിങ്ങൾ വാങ്ങാൻ പോയിട്ടില്ലെങ്കിൽ അവർ നമുക്കറിയുന്നതാണ് 4 ദിവസമായി ഇന്ന് റിട്ടേൺ അടയ്ക്കും, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, അതൊരു വിഷമല്ലേ. അത് നമ്മുടെ വീട് ഇപ്പോൾ ചിലപ്പോൾ അമ്മമാർ ഒഴിവുണ്ടാവില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് അതൊക്കെ ഒരു പേടിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കാരണം കൊണ്ടല്ല, നമ്മളുള്ള ബന്ധങ്ങൾ എന്നും മുറിയാതെ എന്നും സ്നേഹത്തോടെ നിൽക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര സ്നേഹത്തിലുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തല്ലല്ലോ ചെയ്തത്. അവർ പറ്റുന്ന രീതിക്ക് ഇങ്ങോട്ട് ഉണ്ടാവുന്ന സ്നേഹം നമുക്ക് തിരിച്ച് അങ്ങോട്ടും കാണിക്കാൻ പറ്റണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിക്ക് ആകുമ്പോഴേ അതൊക്കെ ചെയ്യും. ഈ സ്നേഹം നിങ്ങൾ സുകന്യക്ക് അകമറിഞ്ഞ് കൊടുക്കുക, സുകന്യനെ അകമറിഞ്ഞ് സ്നേഹിക്കുക, സുകന്യയുടെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ അവൾക്കൊരു ചാനൽ തുടങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അവളെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് പൊന്തിക്കുക, അവരെ പൊന്തിക്കാന്ന് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ച. ബുദ്ധിമുട്ടാണ് ഇതിപ്പോ എന്താണെന്നറിയോ, ഉള്ളൊരു കാര്യം പറയല്ല ഞാൻ പറയാ. നമ്മള് അല്ല ഞാൻ പറയട്ടെ ഏട്ടാ, നമുക്കൊന്നും ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാണ്ട് അല്ലേ. ഒരാള് ഒരു കാര്യത്തിന് ഇങ്ങനെ അത് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഓ മഞ്ഞപ്പൂ ഉണ്ടായിനെ, ഓ എടുത്തോളൂ. എന്താ അതാ ചിക്കു പോണു. ചിക്കു ചിക്കു ചിക്കുവിന്റെ ഒക്കെ മിട്ടുവിന്റെ ഒക്കെ ചേട്ടൊക്കെ ഉണ്ടല്ലോ. തടി ഉള്ളത് തന്നെ എന്നെ പോലെ അത്രക്ക് തടി ചിക്കുതാ. ഇന്നലെ രാത്രി ഇറങ്ങി അവിടേക്ക് എത്തിയോ? ഓടിയിട്ട് നോക്ക്. എന്റെ ഓട്ടം കണ്ടപ്പോ തിരിഞ്ഞേക്ക് നടപ്പോട്ട്. അതിനെ കെട്ടിയിട്ട് തഴിഞ്ഞു പോന്നക്കണതേ അതാണ്ടോ. അന്ന് ഒരു വീഡിയോയില് നമ്മളവനെ കാണിച്ചിരുന്നില്ലേ എന്താ. പക്ഷെ അത് വേറുള്ള ആൾക്കാരുടെ പൂച്ചയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നേ, അവര് കൂട്ടിലിട്ടിരുന്ന കൂട്ടിന്ന് തന്നെ പോന്നതാട്ടോ. ഒന്നിപ്പോ കയറയച്ചിട്ട് വന്നക്കുക. ആദ്യം നമ്മുടെ അടുത്ത് ഇണക്കത്തിൽ വന്നിരുന്നു, ഇപ്പൊ പറഞ്ഞു കൊടുത്തു പോകുന്നുണ്ട് ഇണങ്ങി പോകരുത് ഇങ്ങോട്ട് പോരുന്നുള്ളത്. നോക്ക് പോണത് ബാ. അല്ലേ അവരുടെ പൂച്ചയാണതേ. നമ്മള് എന്താ കൂട്ടുകാർ കുറേ പേര് ചോദിച്ചതുകൊണ്ട് പറയുകയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വേഗം നിങ്ങളുടെ മുമ്പിൽ സാധനങ്ങൾ എത്തൂട്ടോ. അപ്പോൾ പിന്നെ കുറേ പേര് വന്നു സാധാരണ താലി മാല ഇടുന്ന അങ്ങനത്തെ മാലകൾ വാങ്ങിയിട്ട് അത് കാണിക്കുമോ എന്നുള്ളത്. അത് ഞാൻ ആകെ 3 മോഡലാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനി എന്തായാലും കരിമണിമാല മോഡൽ അങ്ങനത്തെയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി. എന്താണ് ആവശ്യം എന്നുള്ളതും എങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനത്താണ് ആവശ്യമുള്ളതെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ കുറേ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിന് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കൂടുതൽ ആവശ്യം വരുന്നത് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ആ വീഡിയോ കാണിക്കുമ്പോൾ അറിയാലോ. ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് പറഞ്ഞു വെച്ചാൽ നമ്മളത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ നിങ്ങളുടെ ഒരാളായിട്ട് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാട്ടോ. കാരണം എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ചെയ്യും. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് വീഡിയോയുടെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് സുകന്യേനെ ഇഷ്ടമല്ലേ, സുകന്യേനെ സപ്പോർട്ട് ചെയ്യണ കുറേ പേര്, സുകന്യേനെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരില്ലേ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ. ഇതൊക്കെ എൻ്റെ മണ്ടയ്ക്ക് ലാസ്റ്റ് എനിക്ക് വേണ്ട, ഇതൊക്കെ എൻ്റെ മണ്ടയ്ക്ക് ചെയ്യല. നമ്മളും ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞത്, നമ്മൾ വീട്ടിലിരുന്ന് ഒരു കാര്യം, നമ്മുടെ പേരിയായിട്ടാ വീട്ടിലിരുന്ന ഒരു കാര്യം. പനിയനാണോ എന്ന് വെച്ചാൽ 10 ദിവസം പണിയുണ്ടെങ്കിൽ 20 ദിവസം പണിയില്ല. അപ്പോൾ അവർക്ക് വീഡിയോ നടത്തുകയാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പറയാറുണ്ട് ചെറിയൊരു വരുമാനം. പക്ഷേ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്കല്ലേ നമ്മൾ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൊണ്ട് ഇത് മുന്നോട്ട് പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും നമ്മൾ മാത്രം വിചാരിച്ച കാര്യമില്ല, മുകളിലൊരാൾ വിചാരിക്കണം നമ്മൾ ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ ആണ് എന്നുള്ളത് കേട്ടാ. ആവുന്നുള്ളത് ഏതൊരു മനുഷ്യനും അങ്ങനെയല്ലേ, താൻ പാതി ദൈവം പാതി എന്നല്ലേ. അപ്പോൾ നമ്മളെ ചെയ്യേണ്ടത് ചെയ്യാം, ബാക്കിയുള്ളത് എന്ത് ചെയ്യുമ്പോൾ ഓരോന്ന് ശ്രമിച്ചു നോക്കുക, അത്ര തന്നെ. കഷ്ടപ്പെട്ടാൽ തന്നെ നമ്മൾ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന കാര്യമാകൊണ്ട് ചെയ്തു കൊടുക്കുക. അതന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കുക. നമുക്കൊരു ആവശ്യം
നമ്മളെ തുടക്കത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. ഇതിപ്പോൾ അതല്ലല്ലോ. നമ്മൾ അത് നമുക്ക് ശരിയാ. ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാവുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ. എന്താണെന്നറിയോ, ഇതൊരു ചെറിയൊരു വിശേഷമായി പോയി. ഇതിൻ്റെ കാര്യങ്ങൾ പറയണമല്ലോ നിങ്ങളോട്. അത് കാരണം അല്ല, അത് നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞാണല്ലോ, അന്ന് എന്തായാലും ഇപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുള്ളത് ഇന്നത്തെ വീഡിയോ അതാവും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മറുപടി പറയണമല്ലോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഉറക്കം തൂങ്ങിയിട്ട് നിൽക്കാണ്ട് ഉഷാല ടാറ്റാ പറ. മതി.